വയനാട് കേണിച്ചിറയിൽ 2 പശുക്കളെ കൂടി കടുവ കൊന്നിരിക്കുകയാണ്. കേണിച്ചിറ മാളിയേക്കൽ ബെന്നിയുടെ തൊഴുത്തിൽ കെട്ടിയ പശുക്കളെയാണ് പുലർച്ചെ കടുവ കൊന്നത്. നാട്ടിൽ കടുവ വിലസുമ്പോൾ നാഥനില്ലാത്ത നിലയിലാണ് വനംവകുപ്പ്. ഡിഎഫ്ഒയെ സ്ഥലം മാറ്റിയ ശേഷം പകരം ആളെ ഇനിയും നിയമിച്ചിട്ടില്ല. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇതുവരെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടില്ല. എത്താത്തതിന് കാരണം ഇവിടെ സൗത്ത് വയനാട് DFO പാലക്കാട്ടുള്ള ഒരാൾക്ക് ചുമതലയാണ്. പുൽപ്പള്ളി ചെതലത്ത് റേഞ്ചർ വേറെ ഒരാൾക്ക് ചുമതലയാണ്. അദ്ദേഹം നിലവിലുള്ള റേഞ്ചർ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം 3 മാസത്തിനുള്ളിൽ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സർവീസ് റിട്ടയർമെന്റ് ആണ്. അദ്ദേഹത്തെ അടിയന്തരമായിട്ട് ട്രെയിനിങ്ങിന് അയച്ചിരിക്കുന്നു എന്നുള്ള വിരോധാഭാസമാണ്. തമാശയിലല്ലാണ്ട് ഈ കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടി കഴിയില്ല. അദ്ദേഹത്തിന് ട്രെയിനിങ്ങിന് അയച്ചിരിക്കുന്നു എന്നുള്ള വിരോധാഭാസമാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇവിടെ കൂട് വെച്ച് കാത്തിരിക്കുകയാണ്. ഇത് കൂട് വെച്ച് കാത്തിരിക്കുന്നത് 3ാമത്തെ ദിവസമാണ്. ഈ കടുവ കൂടിന്റെ പരിസരത്ത് മുഴുവൻ വന്നു. മിനിഞ്ഞാന്ന് അവർ ലൈവ് ക്യാമറ ഉൾപ്പെടെ വെച്ചു. ആ ലൈവ് ക്യാമറയിൽ കാണുന്നത് കൂടിന്റെ പരിസരത്ത് വന്നുപോയി എന്നുള്ള നിലക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് മക്കളും ഞങ്ങളെല്ലാവരും മനുഷ്യരാണല്ലോ, എല്ലാവർക്കും മനുഷ്യർക്കാണോ പരിഗണന അതെയോ മൃഗങ്ങൾക്കാണോ പരിഗണന എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. രാത്രി പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, പേടിയാണ് എല്ലാവർക്കും. എല്ലാവരും സന്ധ്യയ്ക്ക് പോയി വീട്ടിൽ പോവാണ്. ഒരു ഒച്ചപ്പാട് കേട്ടാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. എത്ര പെട്ടെന്ന് അതിൻ്റെ കൂടി വെച്ച് പിടിക്കുകയോ വെടിവെച്ച് കൊല്ലുകയോ എന്ത് ചെയ്യണം. കൂടുതൽ ആൾക്കാർ ഇവിടുത്തെ ക്ഷീരമേഖലയിൽ ആയിട്ട് ജീവിക്കുന്നവരാണ്. എല്ലാവരും തന്നെ സാധാരണ ജനങ്ങൾ ജീവിക്കുന്ന ഒരു മേഖലയാണ്. പശുക്കളാണ് എല്ലാവർക്കും ഒരു ആശ്രയമായിട്ട് നിൽക്കുന്നത്. ഈ അവസ്ഥയിൽ ഇങ്ങനെ അടിക്കടി ഉണ്ടാകുന്ന ഈ ഒരു ബുദ്ധിമുട്ട് കടുവ, അതുപോലെ ആന, മയില്, കുരങ്ങ് എല്ലാം കൊണ്ടും വന്യമൃഗങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യമാണ് എല്ലാവർക്കും. ഇവിടെ നിന്ന് കടുവയെ പിടിച്ച് അടുത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുവിടരുത്. കാട്ടിൽ വസിക്കുന്ന ജീവികൾക്ക് കാട് അവർക്ക് വാസസ്ഥലമായും നാട്ടിൽ വസിക്കുന്ന ജനങ്ങൾക്ക് നാടൊരു വാസസ്ഥലമായി മാറണം. ഞാനും കൊച്ചി തിണ്ണയിലിരിക്കുമ്പോൾ കയറി വന്നിട്ട് പിന്നെ തൊഴുത്തിന്റെ അടുത്തേക്ക് പോയി. അപ്പം കൊച്ചിനും പിഞ്ചറിനും കൂടി നല്ല ശക്തമായിട്ട് സൗണ്ട് ഇട്ടപ്പം പിന്നെ ആട്ടിൻകൂടിന് അങ്ങോട്ടേക്ക് പോയി 2 തല്ലും തല്ലിയിട്ട് പിന്നെ എങ്ങോട്ടേ പോയി നമ്മൾ ശ്രദ്ധിച്ചില്ല. ഈ ബഹളം കാരണം എങ്ങോട്ടാ പോയി. എന്തായാലും ഈ പരിസരം വിട്ട് പോയിട്ടുണ്ടാവില്ല. കാരണം വെച്ചാൽ നമുക്കിവിടെ ആട് കാണുകയും ചെയ്തു. ആടിന്റെ മണം എന്തായാലും ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. കമൽ വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായിട്ടുണ്ട്. കമൽ, ഒരു ജനങ്ങളാകെ വലിയ ഭീതിയിലാണുള്ളത്. വലിയ ഗതികേട് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഈ ആക്രമണം കൂടുതൽ ഉണ്ടാകുന്നത് അതേ സമയത്ത് തന്നെയാണ് ഈ DFOയുടെ സ്ഥലം മാറ്റിയിട്ട് പകരം ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഇല്ല എന്നുള്ള ഒരു അനാസ്ഥ അല്ലെങ്കിൽ ദുരവസ്ഥ അവിടെ ഉള്ളതും. എന്ത് നടപടിയിലേക്ക് വനംവകുപ്പ് നീങ്ങുന്നു, എപ്പോഴുണ്ടാകും? അക്ഷയ, ഗുരുതരമായ അനാസ്ഥ തന്നെയാണ്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യ വന്യജീവി സംഘർഷം ഉണ്ടാകുന്ന ഒരു ഡിവിഷനാണ് സൗത്ത് വയനാട് ഡിവിഷൻ. അവിടെ സ്ഥിരം DFO ഇല്ല. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചെതലയം റേഞ്ച്, ഒരു ദിവസം പോലും അവിടെ റേഞ്ച് ഓഫീസർ ഇല്ലെങ്കിൽ അത്രയും വലിയ പ്രശ്നമാണ്. അവിടെ വിരമിക്കാൻ 3 മാസമുള്ള റേഞ്ച് ഓഫീസറെ 3 മാസത്തെ ട്രെയിനിങ്ങിന് അയക്കുന്നു, പകരം ആളെ നിയമിക്കുന്നില്ല. ഇത്തരത്തിൽ വനംവകുപ്പിന്റെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്നുമുള്ള ഗുരുതരമായ അനാസ്ഥയാണ് ഉള്ളത്. ഇവിടുത്തെ സാഹചര്യം ഇപ്പോൾ 3 പശുക്കളെ ഒറ്റ രാത്രി കടുവ കൊന്നിരിക്കുന്നു. ജനങ്ങളാകെ പ്രതിഷേധത്തിലാണ്. ഇപ്പോൾ ഈ ട്രാക്ടർ കാണുന്നത് ഇവർ പശുവിന്റെ ജഡവുമായി കേണിച്ചിറ ടൗണിലേക്ക് പ്രതിഷേധിക്കാൻ പോവുകയാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി നമ്മൾ സ്ഥലത്തെത്തുമ്പോൾ തന്നെ വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പുലർച്ചെയായാലും രാത്രിയായാലും അവിടെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇവിടെ ഇത്രയും സമയമായി ഉന്നത ഉദ്യോഗസ്ഥർ ആരും എത്തിയിട്ടില്ല. DFO റാങ്കിലുള്ള അല്ലെങ്കിൽ റേഞ്ച് ഓഫീസർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇവിടെ എത്തിയിട്ടില്ല. അത്തരത്തിൽ ആളുകൾ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു. വനം വകുപ്പാണെങ്കിൽ ഇതൊന്നും നിയന്ത്രിക്കാനോ തീരുമാനങ്ങൾ എടുക്കാനോ ഉദ്യോഗസ്ഥരില്ലാത്ത അവസ്ഥയിലുമാണ്.